കാർ റേസിംഗ് വീഡിയോ ഗെയിം കളിച്ച എക്സ്പീരിയൻസ് വെച്ച് ഒരു 19-കാരൻ റിയൽ റേസിംഗ് കാർ ഓടിച്ച് റേസിംഗ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതും ബുദ്ധിമുട്ടുള്ളതുമായ ലെമാൻസ് റേസിംഗ് ജയിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കണേ? എന്നാൽ നടന്ന സംഭവമാണ്. വെൽക്കം ടു ക്യാപ്റ്റൻ ബ്രാൻഡ്. വർഷം 2011. ഒരു പ്രസിദ്ധ കാർ കമ്പനി തങ്ങളുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിന്റെ ഭാഗമായി ഒരു പുതിയ ആശയവുമായി വന്നു. അക്കാലത്ത് ഒരുപറ്റം ഗെയിമേഴ്സ് കളിച്ചിരുന്ന റിയൽ കാർ റേസിംഗായി സാമ്യമുള്ള ഒരു ഗെയിം ഉണ്ടായിരുന്നു. സാമ്യം എന്ന് വെച്ചാൽ റിയൽ റേസിന് ഉപയോഗിക്കുന്ന അതേ കാറുകൾ, അതേ ട്രാക്കുകൾ. എന്തിന്? ട്രാക്കിലെ ഓരോ വസ്തുക്കൾക്ക് പോലും ഒരു റിയൽ റേസിംഗ് ആയി ഒരു തരി പോലും വ്യത്യാസമില്ലാത്ത അത്രയും സൂക്ഷ്മതയോടും കൃത്യതയോടും കൂടിയായിരുന്നു ആ ഗെയിമിൽ ഡിസൈൻ ചെയ്തിരുന്നത്. ഇത് കളിക്കുന്നവർ സിം ഗെയിമേഴ്സ് അഥവാ സിമുലേറ്റർ ഗെയിമേഴ്സ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ആ ഗെയിമിലെ വേൾഡ് റാങ്കിങ്ങിൽ തന്നെ മുന്നിൽ നിന്ന പ്ലെയർ ആയിരുന്നു യാൻ മാഡൻബ്രോ. യാനിന് ഒരു കാർ റേസർ ആകണം എന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ തന്റെ കുടുംബത്തിൽ നിന്ന് പോലും യാനു വേണ്ട സപ്പോർട്ട് ലഭിച്ചില്ല. കാരണം UK-യിലെ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ പിറന്ന യാൻ തന്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ അവന്റെ അച്ഛനെ പോലെ തന്നെ ഒരു മാന്യമായ ജോലി നേടിയെടുക്കണമെന്നായിരുന്നു അവരുടെ എല്ലാം ആഗ്രഹം. അല്ലെങ്കിലും 24 മണിക്കൂറും റൂമിലിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് റിയൽ റേസർ ആകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ പോലെ തന്നെ ആ പേരൻസും നടക്കാൻ പോണില്ലാത്ത ഒരു പാഴ് സ്വപ്നമായ ആഗ്രഹത്തെ കണ്ടുള്ളൂ. അങ്ങനെ ഇരിക്കെയാണ് പ്രസിദ്ധമായ ഒരു കാർ കമ്പനി തങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിന്റെ ഭാഗമായി ഒരു വിചിത്ര തീരുമാനമെടുക്കുന്നത്. വളരെ കൃത്യതയോടുകൂടി ഉണ്ടാക്കിയ ഗെയിം ആയതുകൊണ്ട് തന്നെ ഇത് കളിക്കുന്നവർക്ക് റിയൽ വേൾഡ് റേസേഴ്സിന്റെ അതേ ആക്യുറസി ഉണ്ടാകും. അതുകൊണ്ട് അവരെ റേസിംഗിന് ട്രെയിൻ ചെയ്യിപ്പിച്ച് മത്സരിപ്പിച്ചാൽ ഒരുപക്ഷെ അവരും കപ്പടിച്ചേക്കും. ഇനി കപ്പടിച്ചില്ലെങ്കിൽ തന്നെ അവരുടെ കമ്പനിക്ക് ഈ വാർത്ത ഒരു നല്ല മൈലേജ് കൊടുക്കുകയും ചെയ്യും. വലിയ നഷ്ടമൊന്നുമില്ലാത്ത എന്നാൽ ലാഭമുള്ള ഒരു ഡീൽ. അതിനായി ആ കമ്പനി ആദ്യം തന്നെ ആ ഗെയിം വഴി ലോകത്തിലെ തന്നെ ടോപ്പ് റേറ്റഡ് റേസേഴ്സ് ആയി നിൽക്കുന്ന കുറച്ച് പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്ത് അവർക്ക് അവരുടെ ഗെയിം പ്രൊഫൈലിൽ ഒരു പേഴ്സണൽ നോട്ടിഫിക്കേഷൻ അയച്ചു. ഈ നോട്ടിഫിക്കേഷൻ കാണുന്ന ലോകത്തിലെ ഏതാനും ചുരുക്ക പ്ലേയേഴ്സിൽ ഒരാളാണ് നിങ്ങൾ. നാളെ ഞങ്ങൾ ഒരു ക്വാളിഫയിങ് ഗെയിം സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് ഒരു റിയൽ വേൾഡ് റേസർ ആകാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ആൻഡ് സ്പോൺസർഷിപ്പ് ഞങ്ങൾ നൽകാം. പക്ഷേ മത്സരിക്കാൻ കുറച്ച് നിബന്ധനകൾ ഉണ്ടായിരുന്നു. 1. റേസ് ചെയ്യുന്ന ആൾ 18 വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം. 2. വാലിഡ് ആയ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഓൺലൈൻ ഗെയിമിൽ കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ റൗണ്ട് പൂർത്തിയാകും. ക്വാളിഫൈ ആയ റേസേഴ്സ് കമ്പനിയുടെ റേസ് ക്യാമ്പിലേക്ക് എത്തണം. അവിടെ അവർക്ക് ഫുൾ സ്പോൺസർഷിപ്പോടെ അവരുടെ അക്കാഡമിയിൽ ട്രെയിനിങ് ലഭിക്കും. ക്യാമ്പിൽ അതികഠിനമായ ഫിസിക്കൽ ട്രെയിനിങ്ങുകളും സാമ്പിൾ റേസിങ്ങുകളും ഒക്കെ ഉണ്ടാകും. ഓരോ റൗണ്ടിലും പലരും ഡിസ്ക്വാളിഫൈ ആകും. അങ്ങനെ അവസാനം വരെ എത്തുന്നവരിൽ 4 പേരെ വെച്ചുള്ള ഫൈനൽ റേസിംഗിൽ ജയിക്കുന്ന ആളായിരിക്കും റിയൽ റേസിംഗിന് യോഗ്യരാകുന്നത്. 90,000 ഗെയിം പ്ലേയേഴ്സിൽ നിന്ന് ഗ്ലോബൽ റാങ്കിങ്ങിൽ ഉണ്ടായിരുന്നവരിൽ നിന്ന് ക്വാളിഫയർ റേസ് ഫിനിഷ് ചെയ്ത ആദ്യ 20 പേരിൽ ഒന്നാമനായിരുന്നു യാനും. അവിടെ നിന്ന് അക്കാഡമിയിൽ എത്തിയ യാനിന് കഠിന പരീക്ഷണങ്ങളാണ് നേരിടേണ്ടി വന്നത്. തുടക്കം മുതലേ യാൻ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല കാഴ്ചവെച്ചത്. പല റൗണ്ടുകളും പൂർത്തിയാക്കാൻ പോലും അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയും കായികക്ഷമത വേണ്ട ഒന്നാണല്ലോ കാർ റേസിംഗ്. തന്റെ മുറിയിലിരുന്ന് ഗെയിം കളിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല റിയൽ വേൾഡ് റേസിംഗ് എന്ന് അവന് മനസ്സിലായി. തന്റെ ആഗ്രഹം നടക്കണേൽ അതിനായി അവൻ ഇനിയും അവന്റെ ലിമിറ്റുകൾ പുഷ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിനായി ശ്രമിക്കുന്നതിനിടയിൽ അവന് തന്റേതല്ലാത്ത കാരണത്താൽ ഒരു ചെറിയ ആക്സിഡന്റ് വരെ ഉണ്ടാവുകയും ചെയ്തു. അതിലൊന്നും തളരാതെ അവൻ ആ 20 പേരോട് മത്സരിച്ചു. ആദ്യ 4-ലെത്തി. ലാസ്റ്റ് റൗണ്ടിലെ റേസിംഗിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ യാൻ ആദ്യ സ്ഥാനം കൈക്കലാക്കി. യഥാർത്ഥ ചലഞ്ചുകൾ ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ അവൻ അറിയുമായിരുന്നില്ല. അവൻ ആദ്യമായി നേരിടേണ്ടി വരുന്ന കടമ്പ ദുബായ് റേസിംഗ് ലൈസൻസ് എടുക്കുക എന്നതായിരുന്നു. ഇതിനായി ആ സീസണിൽ നടക്കുന്ന റേസിംഗിൽ പങ്കെടുത്ത് ശക്തരായ എതിരാളികളെ മറികടന്ന് ക്വാളിഫൈ ചെയ്യേണ്ട പോയിന്റ്സ് നേടുക എന്നതായിരുന്നു. രണ്ടാമത്തെ കടമ്പ എല്ലാവരാലും അംഗീകരിക്കപ്പെടുക എന്നതായിരുന്നു. ഒരു സിമുലേഷൻ ഗെയിമറെ ഒരിക്കലും ഒരു റിയൽ റേസറായി സ്വന്തം ടീം പോലും അംഗീകരിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരു റേസർ മത്സരിക്കുമ്പോൾ അത് ബാക്കിയുള്ള റേസേഴ്സിന്റെ ജീവന് തന്നെ ആപത്തുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് അവരെല്ലാവരും വിശ്വസിച്ചിരുന്നു. പോരാത്തതിന് യാനാണെങ്കിൽ വളരെ ചെറുപ്പവും. അവരുടെ കടുത്ത പരിഹാസങ്ങൾ അവനെ കുത്തി മുറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിലൊന്നും തളരാൻ അവൻ തയ്യാറായില്ല. ആദ്യത്തെ മത്സരങ്ങളെല്ലാം തന്നെ യാനിന് 4ാം സ്ഥാനത്ത് എത്താൻ പോയിട്ട് ഫിനിഷ് ചെയ്യാൻ തന്നെ കഷ്ടപ്പെടേണ്ടി വന്നു. തന്നെ വിശ്വസിക്കാത്ത ടീമിനെയും ഫാൻസിനെയും സ്വന്തം പിതാവിനെയും തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഓരോ മത്സരങ്ങളും പിന്നിടുമ്പോഴും യാൻ തന്റെ ഫിനിഷിംഗ് സ്ഥാനം മുന്നോട്ട് ആക്കിക്കൊണ്ടുവന്നു. അങ്ങനെ പ്രയത്നങ്ങൾക്കൊടുവിൽ അവൻ തന്റെ ലൈസൻസ് നേടിയെടുക്കുകയും 2013 ദുബായ് 24 അവേഴ്സ് റേസിംഗിൽ 3ാം സ്ഥാനത്തോടു കൂടിയ പോഡിയം ഫിനിഷ് ചെയ്യുകയും ചെയ്തു. 2013 ആ വിജയത്തിന് മാസങ്ങൾക്ക് ശേഷം ഫ്രാൻസിൽ വെച്ച് നടക്കുന്ന ലെമാൻസ് 24 അവേഴ്സ് റേസിംഗിൽ പങ്കെടുത്ത് തന്റെ ടീമിനെ 3ാം സ്ഥാനത്ത് പിന്നെയും എത്തിച്ച് റേസിംഗിൽ തനിക്കൊരു സ്ഥാനമുണ്ടെന്ന് തന്നെ അവിശ്വസിച്ച എല്ലാവരെയും അവൻ കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ ഫോർമുല 3, GT3, ബ്രിട്ടീഷ് GT, സൂപ്പർ GT എന്നിങ്ങനെ പല റേസിംഗ് സീരീസുകളും മത്സരിച്ചു. യാനിനെ റിയൽ വേൾഡ് റേസർ ആകാൻ സഹായിച്ച ആ ഗെയിമാണ് ഗ്രാൻ ടൂറിസ്മോ. ആ കാർ കമ്പനിയാണ് നിസാൻ. നിസാന്റെ ഒപ്പം സോണി പ്ലേ സ്റ്റേഷനും ഈ പ്രയത്നത്തിൽ കൈകോർത്തു. ഒരു വീഡിയോ ഗെയിം കളിച്ച് റിയൽ റേസിംഗ് വേൾഡിലെത്തിയ യാനിന്റെ അവിശ്വസനീയമായ കഥ സ്വപ്നം കാണാൻ നിങ്ങളെയും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. 2023 ഈ സംഭവങ്ങളെല്ലാം കോർത്തിണക്കി നീൽ ബ്ലോംകാമ്പ് എന്ന കനേഡിയൻ ഡയറക്ടർ യാനിന്റെ കഥ സിനിമയാക്കുകയും ചെയ്തു.
ഈ സിനിമ ഗ്രാൻഡ് ടൂറിസ്മോ എന്ന പേരിൽ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. സിനിമ ആയതുകൊണ്ട് തന്നെ യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും കുറച്ച് മാറ്റങ്ങളൊക്കെ കഥയിലുണ്ട്. പക്ഷേ ഇതിലൊരു ഭീകര ആക്സിഡന്റ് സീൻ കാണിക്കുന്നുണ്ട്. ആ ആക്സിഡന്റും യാന്റെ ലൈഫിൽ സംഭവിച്ച ഒന്നാണ്. റിയൽ ആക്സിഡന്റായി അത്രയും സാദൃശ്യത്തോടെയാണ് ഈ ആക്സിഡന്റ് സീനും ചിത്രീകരിച്ചിരിക്കുന്നത്. അന്ന് ആ അപകടത്തിൽ യാൻ അത്ഭുതകരമായി പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടെങ്കിലും കാണികളിൽ ഒരാൾ മരണപ്പെടുകയുണ്ടായി. യാൻ ഈ സിനിമ കോ പ്രൊഡ്യൂസ് ചെയ്യുകയും അതിലെ സ്റ്റൺ സീനുകളിൽ നായകന്റെ ബോഡി ഡബിളായി സ്റ്റൺ പെർഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഈ സിനിമ കണ്ടിട്ടുള്ളവർ കമന്റ് ചെയ്യണേ. വീണ്ടും മറ്റൊരു കഥയുമായി കാണും വരെ ബൈ ബൈ ഫ്രം ക്യാപ്റ്റൻ ബ്രാൻഡ്.